യെസ് യെസ്. താങ്ക് യു വിനോദ്ജി. താങ്ക് യു ഓൾ. ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ പഠിത്തമൊക്കെ കൃഷിയിലാണ് കഴിഞ്ഞത്. കാർഷിക സർവകലാശാലയിൽ നിന്നും അഗ്രികൾച്ചർ കഴിഞ്ഞു. 92-ലാണ് ഞാൻ പാസ് ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞു സ്വന്തമായിട്ട് നേഴ്സറി ബിസിനസ് ആയിരുന്നു. എനിക്ക് ബിസിനസ്സിനോട് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്കാണ് ഞാൻ പോയത്. ബാക്കി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഗവൺമെന്റ് സർവീസിലേക്കൊക്കെ പോയി. പക്ഷെ ഞാൻ ബിസിനസ്സിന് അത്ര ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡ് തിരഞ്ഞെടുത്തത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി പരിചയപ്പെടുന്നത് 2001. അപ്പം അവിടുന്ന് പരിചയപ്പെട്ടു. അവിടുന്നാണ് നമുക്കും കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു അറിവ് എനിക്ക് കിട്ടുന്നത്. അവിടുന്നാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി മനസ്സിലാക്കുകയും അതിലേക്ക് വരികയും ചെയ്യുന്നത്. അവിടുന്ന് വന്നു. അതിനു മുമ്പ് കുറെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ട്രഡീഷണൽ ആയിട്ട് ഈ നഴ്സറിയുടെ കൂടെ തന്നെ. പക്ഷെ അതിലൊന്നും വലിയ വിജയമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ശരിക്കും സാമ്പത്തിക നഷ്ടം തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത്. പക്ഷെ നഴ്സറിയിൽ ഞാൻ അത്യാവശ്യം തെറ്റില്ലാതെ മുന്നോട്ട് പോയി. അവിടുന്നാണ് ഈ ഇൻഡസ്ട്രി പരിചയപ്പെട്ട സമയത്ത് അതിലൂടെ മുന്നോട്ട് പോയി അതിൽ നിന്ന് കുറേശ്ശെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് എനിക്ക് മോൻ ഉണ്ടാവുന്നത്. അങ്ങനെ മോൻ ജനിച്ചു. പക്ഷെ എനിക്ക് കൃഷിയെ പോലെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്ന എൻ്റെ കളി. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ 9 വയസ്സ് മുതൽ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. ഏകദേശം എന്താ പറയാ 51 വയസ്സ് വരെയൊക്കെ ഞാൻ കളി ശരിക്കും കളിച്ചിട്ട് തന്നെ ഞാൻ തന്നെ കളിക്കുകയായിരുന്നു. അതുകൂടെ തന്നെ എൻ്റെ മകന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നത് കൊണ്ട് തന്നെയാണ് എനിക്കൊരു വലിയൊരു ഡ്രീമൊക്കെ എൻ്റെ മോനിൽ സെറ്റാക്കാൻ പറ്റി. അങ്ങനെയാണ് ഈ രോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന ഒരു പ്ലെയറിന്റെ ഉദയം. ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് അത്. കാരണം അങ്ങനെയൊന്നും ഇല്ല, ആ ഒരു ഇൻഡസ്ട്രി ഞാൻ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്രയൊന്നും വലിയൊരു ഡ്രീം ഒന്നും നമുക്ക് ഉള്ളിലേക്ക് വരില്ല. അങ്ങനെ വന്നു. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ, എൻ്റെ അമ്മ ടീച്ചറാണ്, ബ്രദർ എഞ്ചിനീയർ ആണ്. അവൻ പഠിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ. അങ്ങനെയാണ് ഈ മോന്റെ ഈ കളിയിലേക്ക് പിന്നെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് നഴ്സറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഗെയിമിനെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ അവൻ കളിച്ച് മുന്നോട്ട് പോയി. അപ്പൊ അവിടെ വെച്ചാണ് വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ എന്തായാലും. കാരണം കളീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ചെറിയൊരു അൺസർട്ടനിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. കാരണം മുന്നോട്ട് പോവാം അല്ലെങ്കിൽ കാരണം അങ്ങനെ ഒരു നമ്മളെ കാൽക്കുലേറ്റഡ് റിസ്കിലാണല്ലോ പോവുക. അപ്പൊ അവനെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഈ ഇൻഡസ്ട്രീനെ, കാരണം കൂടെ പിന്നെ ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക് തന്നെയുള്ളൂ. കാരണം അതിന്റെ കൂടെ, കാരണം നഴ്സറി ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് രണ്ടും കൂടി ഒപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീന്റെ സാധ്യതകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ പാർട്ട് ടൈം ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെയുള്ള മനസ്സിലാക്കി. പിന്നെ നമ്മളെ മനസ്സിനുള്ളിൽ, കാരണം അവനും ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ നമുക്ക് പറ്റണമല്ലോ. കാരണം അങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ അതില് ഇൻഡസ്ട്രിയുടെ കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പല ആളുകളും കേട്ടിട്ടുണ്ടാവും. 2012-ലും 2013-ലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ഇഷ്യൂസ്, പത്രങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മീഡിയ ഇഷ്യൂസ്, അങ്ങനെ പല തരത്തിലുള്ള ഇഷ്യൂസുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇൻഡസ്ട്രി താഴോട്ട് പോയി. വീണ്ടും അങ്ങനെ ഒരു എന്താ പറയാ, വീണ്ടും ഒരു കമ്പനി 2014 തെരഞ്ഞെടുത്തു. അവിടെയും വേറെ കുറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടു. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ലക്ഷ്യം എന്തായിരുന്നു വെച്ചാല്, സാമ്പത്തികമായിട്ടൊരു ഒരു ഫ്രീഡം നമുക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കൂടെ. കാരണം അവന്റെ കാര്യത്തിലും ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുക, സാമ്പത്തികമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഇടയിൽ അവൻ കളിച്ച് 2017 അണ്ടർ-19 ഇന്ത്യ കളിച്ചു. ഇന്നിപ്പം നമ്മുടെ കേരള ടീമില് സ്ഥിര സാന്നിധ്യമായിട്ട് നിൽക്കുകയാണ് മകൻ. അപ്പൊ രോഹൻ കുന്നുമ്മൽ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ശരിക്കും ഈ വരുന്നത് പോലും അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വരാൻ അദ്ദേഹത്തിനെ സഹായിച്ചത് ഈ ഇൻഡസ്ട്രിയിൽ എന്നെ കാണാൻ പഠിപ്പിച്ച സ്വപ്നങ്ങൾ തന്നെയാണ്. ആ സ്വപ്നങ്ങൾ ഞാൻ അദ്ദേഹത്തിലേക്ക് കൈമാറുകയാണ് ചെയ്തത്. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ മഹത്തരമായ ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള എന്താ പറയാ ഭൂരിഭാഗം സാധനങ്ങൾ, ഇപ്പൊ കമ്പനികളും
അതിൽ കുറെ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഈ ഒരു കമ്പനി ചിലപ്പോൾ കമ്പനീൻ്റെതായിരിക്കും പ്രശ്നം, ചിലപ്പോൾ പ്ലാനിൻ്റെതായിരിക്കും പ്രശ്നം, ചിലപ്പോൾ ഉൽപ്പന്നങ്ങൾ പിന്നെ ശരിയാണ്, നമുക്ക് അതിന്റെ ക്വാളിറ്റി നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പനിയുടെ സപ്പോർട്ടിങ് സിസ്റ്റത്തിലായിരിക്കും പ്രശ്നം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലരും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് മാറി നിൽക്കുന്നത്. ചിലത് ഫേക്ക് കമ്പനി തന്നെയായിരിക്കും കേട്ടോ, ഫേക്ക് കമ്പനി ആയിരിക്കും. അപ്പൊ അത് പോട്ടെ, അത് നമുക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റണം, അതിലാണ് ഏറ്റവും പ്രധാനം. തെരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് 2025 ഫെബ്രുവരി 19 കൂടി കാര്യങ്ങൾ മാറി മറിയാണ്. ഇനി അങ്ങോട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേഗത്തിലേക്കാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ അതിന് പറ്റിയൊരു കമ്പനി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മനസ്സിൽ എന്താ പറയാ, നമ്മൾ ലഡു പൊട്ടുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരി സംഭവം ഭഗവാനെ ഇങ്ങനെയൊക്കെ വന്നല്ലോ, നമുക്ക് ഇനി ഭയങ്കര സാധ്യതയായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക്, കാരണം ഒരു മടുത്ത് നിൽക്കുന്ന സമയത്താണ് ആ ഒരു ചിന്തയിലേക്ക് മനസ്സ് വരുന്നത്. ആ കറക്റ്റ് ടൈമിലാണ് എൻ്റെ സുഹൃത്ത്, എന്റെ കഴിഞ്ഞ 21-22 വർഷമായിട്ട് ഞാനുമായിട്ട് സമ്പർക്കമുള്ള എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ഡോക്ടർ വിനോദ് നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിക്കുന്നത്. ഓക്കെ, അദ്ദേഹം എന്നെ, കാരണം അദ്ദേഹമായിട്ട് ഞാൻ അത്ര കാലത്തെ പരിചയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. 2 കമ്പനികളിൽ ഞങ്ങൾ പാരലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഒരു തവണ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു, സാറിന്റെ കൂടെ എനിക്കും കൂടി വർക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊന്ന് ഗംഭീരാക്കായിരുന്നു എന്ന്. എന്താ പറയാ, അത് ആ ഒരു നിർദ്ദേശം ഒരുപക്ഷെ, അല്ലെങ്കിൽ ആ ഒരു ആവശ്യം ദൈവം കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു വിളി ഒരു ദിവസം വരുന്നത്. സുശീൽ, ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ഞാൻ അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഒരു ഫ്രണ്ട്ലി കോളും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും എനിക്ക് തന്നു. അപ്പൊ അവിടുന്ന് ഞാൻ എന്തെങ്കിലും, കാരണം നമുക്ക് വേണമല്ലോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വേണമല്ലോ, വെറുതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്റെ സുഹൃത്തുക്കളൊക്കെ പെൻഷനായി അവർക്ക് വീട്ടിലേക്ക് ഒതുങ്ങി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണം, പുതിയൊരു പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുന്ന സമയത്താണ് ആ കോള് വരുന്നത്. ആ കോള് വന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹവും കൂടി ഞങ്ങള് ഇവിടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ബൈജു എന്ന് പറഞ്ഞ അതിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹമായിട്ട് ഞാൻ വീട്ടിൽ പോയി, അങ്കമാലിയിൽ വീട്ടിൽ പോയി. അദ്ദേഹം പിന്നെ നമ്മുടെ വിനോദ് സാറായിട്ട് ഇരുന്നു. അങ്ങനെ വിനോദായിട്ട് ഇരുന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഈ എന്താ പറയാ, ഈ കമ്പനിയുടെ പൊട്ടൻഷ്യലും ഇതിന്റെ സാധ്യതയും അദ്ദേഹം അവിടെ പോയി വന്നിട്ടുള്ള വിശദീകരണങ്ങളും ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത ലീഡർമാര് ഉണ്ടാവൂലേ, നമ്മളൊക്കെ മേലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, 18 വർഷമായ കമ്പനിയല്ലേ. അപ്പൊ അവിടെ അവരുടെ ഇൻകം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹമായിട്ട് അന്ന് തന്നെ കൈ കൊടുത്തു. അങ്ങനെ ഈ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഞാൻ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ കഴിഞ്ഞ ഒരു 2 മാസം തയ്യലിക്കില്ല, ഈ 2 മാസത്തേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണ്, ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വൈസും അതിന്റെ പ്ലാൻ വൈസും അത് ചെയ്യാനുള്ള ഈസിനെസ് എല്ലാം കൊണ്ടും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് മാറി നിൽക്കുന്ന ആളുകൾ, ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്നാലും ചില ആളുകളൊക്കെ മാറി നിൽക്കുമല്ലോ, ഇല്ലാന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് പണ്ട് കാലത്ത് നമുക്കൊരു ഒരു എന്താ പറയാ, ഒരു വെറുപ്പും ദേഷ്യവും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ സങ്കടമാണ്, ശരിക്കും സങ്കടമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി മാറി നിൽക്കുന്നത് എന്നുള്ള ഒരു സങ്കടം മാത്രമേ നമുക്കുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അത്രയും നല്ലൊരു സാഹചര്യത്തിൽ ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ആളുകൾ നാണം കെടുത്തുന്ന പരിപാടി അതൊക്കെ നിർത്തി. ഇപ്പൊ ഒന്നും ആരും അങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് മനസ്സിലൊരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിത് വലിയ രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഓരോ പോസ്റ്റുകളായിട്ട് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ എന്നെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടോ? കാരണം നമ്മളൊക്കെ തന്നെ ഈ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഊർജവും ആ ഒരു എന്താ പറയാ ആവേശവും എല്ലാം നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് നിലനിർത്താൻ പറ്റും. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്ന കുറച്ചു കാലം ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയുന്നില്ല, കുറച്ചു കാലം ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ വല്ലാതെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എനർജി എല്ലാം ഒന്ന് കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ അതല്ല, ഇവിടെ ശരിക്കും നിങ്ങൾ ഈ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 18 വർഷമായിട്ട് ഇന്ത്യയിലും വിദേശത്തും ബിസിനസ് ചെയ്യുന്ന 300ഓളം പ്രൊഡക്റ്റുകൾ 95% പ്രൊഡക്റ്റുകളും സ്വന്തം
നിർമ്മിച്ച് വിൽക്കുന്ന കമ്പനിയിലാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യുന്നുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കമ്പനികൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് 100 വട്ടം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം സഹായിച്ചിട്ട് പിന്നെ ബിനോദ് സാറ്, അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് ബിനോജി അത് കറക്റ്റായിട്ട് തെരഞ്ഞെടുത്തത്. ഞാൻ അദ്ദേഹത്തിനോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ്, ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ 101% സാറ്റിസ്ഫൈഡ് ആണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ്. അല്ലാതെ ഞാൻ ഈ കമ്പനി മുഴുവനായിട്ട്, പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ എല്ലാവരും നേരിടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ കുറെ പ്രയാസങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ലൈഫിൽ എല്ലാം തന്നെ എന്താ പറയാ ആ രീതിയിലേക്ക് അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡവും സമയവും എല്ലാം കൊണ്ട് ഇന്ന് ആസ്വദിച്ച് ജീവിക്കുന്നുള്ളൂ. അതേ സമയത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന IMC എന്ന് പറയുന്ന ഈ കമ്പനി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു തവണ നിങ്ങൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പം ജീവിതത്തിൽ വലിയൊരു നേട്ടങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും വലിയൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.